കൂമൻകാവിൽ ബസ്സിറങ്ങിയാൽ തസ്രാക്കിലേക്കുള്ള പ്രവേശന കവാടം കാണാം. കവാടത്തിന് താഴെ നീണ്ടു നിവർന്നു കിടക്കുകയാണ് തസ്രാക്കിലേക്കുള്ള പാത. ടാറുവീട ഗ്രാമവീതിക്കരികിലായുള്ള കനാലിൽ നീരൊഴുക്ക് നിലച്ചിട്ട് മാസങ്ങളായി. പ്രധാന വഴിയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആദ്യം ചെന്നെത്തുന്നത് കളപ്പുരയിലാണ്. നോവലിൽ പറയുന്ന നാഗരികതയുടെ അടയാളപ്പെടുത്തലായ ഏകാധ്യാപക വിദ്യാലയം പ്രവർത്തിച്ചിരുന്നത് ഇവിടെയാണ്. മദ്രസയോട് ചേർന്നുള്ള അറബിക്കുളത്തിനെ വരൾച്ച ബാധിച്ചിട്ടേയില്ല. പക്ഷേ ചുരം കടന്നെത്തുന്ന പാലക്കാടൻ കാറ്റ് ചൂളം കുത്തിയിരുന്ന കരിമ്പനകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. ഗ്രാമീണ സൗന്ദര്യം തൂകി നിന്ന അവ വെട്ടിമാറ്റപ്പെടുകയാണ്. ഖസാക്കിന്റെ ഇതിഹാസം വായനക്കാരന് സമ്മാനിച്ച തസ്രാക്കിലെ ഈ കാഴ്ചകൾ തേടി ഇവിടേക്കെത്തിയത് എത്രയോ പേരാണ്. ഒരു എഴുത്തുകാരനോട് അനുവാചകന് ആഭിമുഖ്യം ഉണ്ടാകുന്നത് കൃതിയോടുള്ള ആഭിമുഖ്യത്തിലൂടെയാണ്. അപ്പോൾ ഈ ഖസാക്കിൻ്റെ ഇതിഹാസം നിത്യനൂതനമായ മലയാള നോവൽ സാഹിത്യത്തിലെ ഒരു തിളങ്ങുന്ന ഒരു മുത്തുപോലെ. OV വിജയൻ കാർട്ടൂണിസ്റ്റും മാധ്യമപ്രവർത്തകനും കൂടിയായിരുന്നു. 1930 ജൂലൈ 2 പാലക്കാട് മങ്കരയിൽ ജനനം. മലബാർ ക്രിസ്ത്യൻ കോളേജിൽ അധ്യാപകനായിട്ടാണ് ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കം. 7.5 പതിറ്റാണ്ട് നീണ്ട ആ സാഹിത്യ ജീവിതം മലയാളത്തിന് സമ്മാനിച്ചത് അമൂല്യങ്ങളായ രചനകളാണ്. 6 നോവലുകൾ, 11 കഥകൾ, ലേഖനങ്ങൾ, കാർട്ടൂണുകൾ എന്നിങ്ങനെ നീളുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം എന്നിവയടക്കം നേട്ടങ്ങൾ സ്വന്തമാക്കിയ അദ്ദേഹത്തെ 2003 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. ക്യാമറമാൻ അഭിലാഷ് ഓങ്ങല്ലൂരിനൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.